നമസ്കാരം. മൂലം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഏഴര ശനി കഴിഞ്ഞിട്ടും ഇപ്പോഴും മൂലം നക്ഷത്രക്കാരായ ആളുകളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്? മൂലം നക്ഷത്രത്തിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മൂലം നക്ഷത്രക്കാരായ ആളുകൾക്ക് അവർക്ക് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇഷ്ടപ്പെട്ട നിറം, സംഖ്യ, അവരുപയോഗിക്കേണ്ട ആഴ്ച, ഇതൊക്കെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു നിറമാണ്, മൂലം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു നിറമാണ് ഈ മഞ്ഞ നിറം. നിങ്ങളുടെ വസ്ത്രം, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം, മേശവിരി, വീട്ടിൽ മേശയിലൊക്കെ ഇടുന്ന, ഡൈനിങ് ടേബിളിലൊക്കെ ഇടുന്ന മേശവിരി, കിടക്കയ്ക്ക് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ, തലയിണ കവറുകൾ, ഇവൻ എഴുതുന്ന പേന പോലും, ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ കളറ് മുഴുവനായിട്ടില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ മഞ്ഞ നിറമായിട്ട് ബന്ധപ്പെടുന്നത് മൂലം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. മഞ്ഞ നിറത്തിലുള്ള കാറൊക്കെ ഉണ്ട് എങ്കിലും റെഡ് നിറമുള്ള കാറ് മേടിക്കുന്ന ആൾ അതിലൊരു മഞ്ഞ ടവലെങ്കിലും നിരന്തരമായിട്ട് കാറിനകത്ത് വെക്കാൻ നിൽക്കുക. അപ്പോൾ മഞ്ഞ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ്. ആ മഞ്ഞ നിറം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്നുകില്ലെങ്കിൽ ഒരു ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കർച്ചീഫെങ്കിലും മേടിച്ച് നിങ്ങൾ പോക്കറ്റിൽ വയ്ക്കാൻ നോക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എഴുതുന്ന പേന ഏതെങ്കിലും ഒരു മഞ്ഞ കളറാക്കുക. വീട്ടിലോ കിടക്കുന്ന റൂമിലോ മഞ്ഞ ബെഡ്ഷീറ്റ് വാങ്ങിക്കുക. തലയിണ കവർ മഞ്ഞ ഉപയോഗിക്കുക. അങ്ങനെ മഞ്ഞയോട് നിങ്ങൾ ഏറ്റവും താരതമ്യപ്പെടാൻ ശ്രമിക്കുക. അതൊന്ന്. രണ്ടാമതായിട്ട് വടക്ക് കിഴക്കാണ് നിങ്ങളുടെ മൂലം നക്ഷത്രക്കാരുടെ ദിശ എന്ന് പറയുന്നത്. വടക്ക് അല്ലെങ്കിൽ കിഴക്ക്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ താമസ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങുന്ന ദിക്ക് തെക്കാണെന്ന് വിചാരിക്കുക. ചില വീടിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ദിശ ചിലപ്പോൾ തെക്കോട്ടായിരിക്കും വാതിൽ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെക്കോട്ട് ഇറങ്ങിയിട്ട് വേഗം ഒന്ന് വടക്കോട്ടേക്ക്, ആദ്യം ഇറങ്ങുന്ന ദിശ തെക്കാണെങ്കിൽ പതുക്കെ ഒന്ന് വടക്കോ അല്ലെങ്കിൽ കിഴക്കോ ഭാഗത്തേക്ക് നടക്കുക. രാവിലെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് പതുക്കെ 2 അടി ഒന്ന് വടക്കോട്ടേക്ക് നടക്കുക, അല്ലെങ്കിൽ 2 അടി ഒന്ന് കിഴക്കോട്ടേക്ക് നടക്കുക. പ്രധാനമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന്, വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പറയുന്ന ഈ സമയത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു ഷർട്ടോ പാൻറ്റോ എന്തെങ്കിലും മഞ്ഞ നിറം ഉപയോഗിക്കുക. വടക്ക് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ ഒരു ദിശയായിട്ട്, അനുകൂല ദിശയായിട്ട് നടന്നു പോവുക. കഴിയുന്നതും വടക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന റൂട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് അത് ഏറ്റവും ഗുണകരമായിരിക്കും. ഇതൊന്നും നോക്കി സാധാരണക്കാർ ഇന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മളുടെ ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ, നമുക്ക് കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ പ്രധാന യാത്രകൾ, പ്രധാന കാര്യം, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് പ്രധാന ഒരു കാര്യമാണ്, അത് നിർവഹിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന ദിശയിലേക്ക്, വടക്ക് ദിശയിലേക്കോ അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്കോ 2ഓ 3ഓ ചുവട് നമ്മൾ വയ്ക്കുക. എന്നിട്ട് തിരിച്ച് നടന്ന് എന്ത് ചെയ്യുക, പോകുന്നിടത്തേക്ക് നമ്മൾ തിരിച്ചു പോകാൻ ശ്രമിക്കുക. ഓഫീസിലേക്കോ മറ്റ് മുഖ്യമായ വല്ല രേഖകൾ ഒപ്പിടാനോ ഒക്കെ പോകുമ്പോൾ ഈ ദിശകൾക്ക് അഭിമുഖമായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ ചെന്നിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വാങ്ങിക്കാൻ നോക്കുക, അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു പുതിയ വീട് പണിതോ വീടിൻ്റെ താക്കോല് വാങ്ങുകയാണ് മൂലം നക്ഷത്രക്കാരൻ, കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വാങ്ങുക. സാധാരണ താക്കോൽ കൈമാറ്റമൊക്കെ കിഴക്കും വടക്കുമാണ്. ഇപ്പോൾ ചില ഷോറൂമിലൊക്കെ പോയിട്ട് നമ്മളൊരു വാഹനം വാങ്ങിച്ചു, വാഹനത്തിൻ്റെ ഇത് തരുന്ന ചിലപ്പോൾ തരുന്ന ആൾ തെക്കോട്ട് തിരിഞ്ഞു, നമ്മൾ ദിശയും വടക്കൊന്നും കിഴക്കൊന്നും നോക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കുക, ഇത് വടക്കോ അല്ലെങ്കിൽ ഇത് കിഴക്കായിരിക്കും, ആ ദിശ തിരിഞ്ഞ് നിന്നിട്ട് ആ പൊസിഷനിൽ വാങ്ങിക്കാൻ നോക്കുക. സ്ഥിരമായിട്ട് നമുക്ക് ആ വാഹനം ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിന് ദോഷമൊന്നും ഇല്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് മൂലം നക്ഷത്രത്തിൻ്റെ കേതുവിൻ്റെ സംഖ്യയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേതുവിൻ്റെ സംഖ്യയായ 7 ആണ് ഇവർക്ക് പ്രധാനം, 7. പിന്നെ വ്യാഴത്തിൻ്റെ സംഖ്യ 3 ആണ്. വ്യാഴത്തിൻ്റെ സംഖ്യ 3. അപ്പം അങ്ങനെ വരുന്ന 7 അല്ലെങ്കിൽ 3, കേതുവിൻ്റെ വ്യാഴത്തിൻ്റെ സംഖ്യയായ 7 അല്ലെങ്കിൽ 3 വരുന്നതായിട്ടുള്ള ഡേറ്റ് നോക്കിയിട്ട് പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രധാന കാര്യത്തിന് വീട്ടിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടണം, കുറച്ച് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ, ആ കാര്യം പോയി കഴിഞ്ഞാൽ സക്സസ് ആവണം, തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ കൂട്ടിയാൽ 7 കിട്ടണം, അല്ലെങ്കിൽ 7-ാം തീയതിയാണ് പുറപ്പെടുന്നതെങ്കിൽ ഓക്കെ 7-ാം തീയതി, അല്ല 3-ാം തീയതി ആണെങ്കിൽ 3. കേതുവിൻ്റെ സംഖ്യയായ 7 അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ സംഖ്യയായ 3. അപ്പോൾ നോക്കുക, 16. ഇപ്പോൾ 7-ാം തീയതി കിട്ടില്ല, 3-ാം തീയതി കിട്ടില്ലെങ്കിൽ 16, 6 1 7 വന്നു. 25, 2 5 7 വന്നു. അതുപോലെ 12 21, 12 ആകുമ്പോൾ 2 1 3 വന്നു. 21 ആകുമ്പോൾ എന്താണ്, 2 1 3. ഇങ്ങനെയുള്ള ദിവസങ്ങൾ, ഇങ്ങനെയുള്ള ഡേറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷപരമായിട്ട് ന്യൂമറോളജിക്കലൊക്കെ ആയിട്ട് ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെയുള്ള ഡേറ്റുകൾ ഇതൊക്കെ നോക്കിയിട്ട്, അപ്പോൾ നിങ്ങൾ എന്ത് പ്രധാനപ്പെട്ട ഒരു രേഖ ഒപ്പിടുകയാണെങ്കിലും ഈ ഡേറ്റുകളിലൊക്കെ ഇത് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എടുക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസമൊക്കെ നിങ്ങൾക്ക് ഗുണപ്രദമായ ദിവസങ്ങളാണ്. മറ്റാഴ്ചകൾ പ്രധാനമായിട്ട്
അധമമാണ് എന്ന് വിചാരിച്ചിട്ട് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം ജോലിക്ക് പോകുള്ളൂ, ബാക്കി ദിവസമൊന്നും ജോലിക്ക് പോകില്ല എന്നല്ല. പ്രധാനമായിട്ടും നിങ്ങൾ പോകേണ്ട ദിവസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രധാന കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അധമമായതുകൊണ്ട് ഇനിയിപ്പോൾ ബുധനാഴ്ച വന്നു, അന്നേ ദിവസം 25-ാം തീയതിയാണ്, 2, 5, 7 കൂട്ടി ബുധനാഴ്ചയാണ്. ആ ഡേറ്റ് നോക്കിയിട്ട് അപ്പം അന്നേ ദിവസമാണെങ്കിൽ ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ വ്യാഴ കാലഹോര, എല്ലാ ദിവസത്തിനും ഒരു കാലഹോരയുണ്ട്, ഹോരയുണ്ട്. ഈ വ്യാഴകാലഹോര എന്ന് പറഞ്ഞാൽ സൂര്യോദയം തൊട്ടുള്ള 1 മണിക്കൂർ സമയമാണ് ഇവിടെ ഹോരയായിട്ട് പറയുന്നത്. ആ വ്യാഴകാലഹോരയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളോട് നമ്മൾ കുറച്ച് പണം കടം വാങ്ങിച്ചു, ആ കടം വാങ്ങിച്ച പണം നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നാണെങ്കിൽ വ്യാഴകാലഹോരയിൽ അത് വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന 7 അല്ലെങ്കിൽ 3 കൂട്ടിയാൽ കിട്ടുന്ന ദിവസമൊക്കെ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അധമമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താണ് നേട്ടങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാന കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നോക്കി ചെയ്യുക. മൂലനക്ഷത്രക്കാർക്ക് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ച ദിവസവും വ്യാഴകാലഹോരയും, ചൊവ്വാഴ്ച ദിവസത്തെ വ്യാഴകാലഹോരയും. ചൊവ്വാഴ്ച ദിവസം എപ്പോഴാണ് കാലഹോര വരുന്നത് നോക്കുക, അന്നേ ദിവസം ഈ പറയുന്ന ശുഭകാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ മാത്രമല്ല, ഓം നിര്യതായേ നമ, നിര്യതയേ നമ എന്ന മന്ത്രം 108 എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കുക. അത് കണ്ണടച്ച് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഓം നിര്യതയേ നമ എന്ന മന്ത്രം 108 ജപിക്കുക മൂലനക്ഷത്രക്കാർക്ക്. ഓം ഗുരുവേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ഓം കേതുവേ നമ എന്ന മന്ത്രവും, ഈ 3 മന്ത്രം, ഓം നിര്യതയേ നമ, ഓം ഗുരുവേ നമ, ഓം കേതുവേ നമ എന്ന 3 മന്ത്രവും ചൊല്ലുന്നതും, ഓം കേതുവേ നമ എന്ന മന്ത്രം ചൊല്ലി മഹാഗണപതിയെ ഭജിക്കുന്നതും നല്ലതാണ്. ഒരു 108 നിങ്ങൾ ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഓം കേതുവേ നമ, ഓം കേതുവേ നമ എന്ന് പറഞ്ഞ് നിത്യം നിങ്ങൾ ഒരു ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഏത്തോടുന്നത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മൂലനക്ഷത്രക്കാർക്ക് ഗുണാധിക്യങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്.